السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل آيات بينات وكتابا مبينا تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ونحن الآن في جلسة 17 من جلسات سورة النساء، وسنتحدث اليوم من آية 92 إلى 94 إن شاء الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما كان لمؤمن أن يقتل مؤمنا إلا خطأ، ومن قتل مؤمنا خطأ فتحرير رقبة مؤمنة ودية مسلمة إلى أهله إلا أن يصدقوا، فإن كان من قوم عدو لكم وهو مؤمن فتحرير رقبة مؤمنة، وإن كان من قوم بينكم وبينهم ميثاق فدية مسلمة إلى أهله وتحرير رقبة مؤمنة، فمن لم يجد فصيام شهرين متتابعين توبة من الله، وكان الله عليما حكيما. ومن يقتل مؤمنا متعمدا فجزاؤه جهنم خالدا فيها وغضب الله عليه ولعنه وأعد له عذابا عظيما. يا أيها الذين آمنوا إذا ضربتم في سبيل الله فتبينوا ولا تقولوا لمن ألقى إليكم السلام لست مؤمنا تبتغون عرض الحياة الدنيا فعند الله مغانم كثيرة كذلك كنتم من قبل فمن الله عليكم فتبينوا إن الله كان بما تعملون خبيرا. ഇത് നേരത്തെ തന്നെ നിങ്ങൾക്ക് അയച്ചു തന്നിരുന്നു. അതിൽ സംശയമുള്ള പദങ്ങൾ ചോദിക്കാൻ പറഞ്ഞിരുന്നു. ചോദിച്ച പദങ്ങളുടെയൊക്കെ അർത്ഥം അയച്ചു തന്നിട്ടുണ്ട്. ചോദിച്ച ഉടനെ തന്നെ അർത്ഥങ്ങൾ തന്നിട്ടുണ്ട്. നമുക്കെന്തായാലും ഒന്നുകൂടെ നോക്കാം. وما كان لمؤمن وما كان لمؤمن മാ കാന നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ടല്ലോ. എവിടെയാണ് മാ കാന ഒരു പ്രയോഗമായിട്ട്? കമ്മ്യൂണിക്കേറ്റീവ് അറബിക്കാരും എല്ലാവരും ഉണ്ടോ? നോട്ട് സ്യൂട്ടബിൾ. അഗാവതെല്ലാം പരിഭാഷയിൽ എഴുതിയിരിക്കുന്നത്. അനുയോജ്യമല്ല, ഭൂഷണമല്ല, യോജിച്ചതല്ല എന്നൊക്കെയാണ്. കമ്മ്യൂണിക്കേറ്റീവ് അറബിക്ക് 3 ആരുമില്ലേ?
മാക്കാന ലി മുഅ്മിനിൻ, വിശ്വാസിക്ക് അനുയോജ്യമല്ല. അത് അവർക്ക് ഭൂഷണമല്ല, അനുയോജ്യമല്ല. അങ്ങനെ ചെയ്യൽ അവർക്ക് അവരുടെ നിലവാരത്തിന് യോജിച്ചതല്ല എന്നാണ്. അൻ യഖ്തുല മുഅ്മിനൻ, അൻ യഖ്തുല എന്താണ്? മസ്ദറിന്റെ മീനിങ് ആണ് അൻ യഖ്തുല, യാനി ഖിതാലുൽ മുഅ്മിനി, വിശ്വാസിയെ വധിക്കൽ. അൻ യഖ്തുല മുഅ്മിനൻ, വിശ്വാസിയെ വധിക്കൽ ഒരു വിശ്വാസിക്ക് അനുയോജ്യമല്ല. ഇല്ല ഖതഅൻ, അബദ്ധത്തിലല്ലാതെ. അബദ്ധം, ഖത എന്ന് പറഞ്ഞാൽ തെറ്റ്, മനഃപൂർവ്വം അല്ലാതെയുള്ള തെറ്റിനാണ് ഖത എന്ന് പറയുന്നത്. മിസ്റ്റേക്ക്, ഓവർസൈറ്റ് എന്നൊക്കെ പറയാം, തെറ്റ്. വമൻ ഖതല മുഅ്മിനൻ ഖതഅൻ, അപ്പൊ എന്താണ് ഇവിടെ പറഞ്ഞത്? ഒരു വിശ്വാസിക്ക് മറ്റൊരു വിശ്വാസിയെ വധിക്കാൻ പാടില്ല. അപ്പൊ വധം എന്നത് യഥാർത്ഥത്തിൽ എന്താണ്? വൻ പാപങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. ഖത്ലുൻ നഫ്സ്, അശ്ശിർക്കു ബില്ലാഹ് വഖത്ലുൻ നഫ്സ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇജ്തനിബു സബഉൽ മൂബിഖാത്ത് എന്ന് പറഞ്ഞല്ലോ, 7 വൻപാപങ്ങൾ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞു. ആ 7 വൻപാപങ്ങളിൽ ഒന്നാണ് ഖത്ലുൻ നഫ്സ്. ഇബാദുർ റഹ്മാനില് സൂറത്ത് ഫുർഖാനിലെ അവസാനം പറയുന്നല്ലോ, വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതി ഹറമ അല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ. 3 പാപങ്ങളാണ് അവിടെ എടുത്തു പറഞ്ഞത്. ഒന്നെന്താണ്? ശിർക്ക്. അല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ, അവർ അള്ളാഹുവിനോടൊപ്പം വേറൊരാളിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതല്ല, ശിർക്ക്. ശിർക്ക് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് പറഞ്ഞു? വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതി ഹറമ അല്ലാഹ്. അപ്പോൾ അവിടെ വധത്തെ ജനറൽ ആയിട്ടാണ് പറഞ്ഞത്. അള്ളാഹ് ആദരിച്ച ഒരു ആത്മാവിനെയും വധിക്കരുത്. അപ്പൊ എന്താണ്? ശിർക്ക് കഴിഞ്ഞാൽ അടുത്ത പാപം ഏതാ? വധം. അത് വധിക്കുന്നത് ഒരു വിശ്വാസിയാണെങ്കിലോ അതിന്റെ തീവ്രത കൂടി. കാരണം വിശ്വാസി മറ്റൊരു വിശ്വാസിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ബാധ്യസ്ഥനാണ്. അവരുടെ അർളുഹു വ മാലുഹു കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാമുൻ. അവിടെ മസ്ജിദുൽ ഹറാമിന്റെ ഹറാമാണ് കേട്ടോ. എന്റെ ഹറാമും അവിടെ ബാധകമാണ്, വിശുദ്ധമാണ്, പവിത്രമാണ്. കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാമുൻ. ഒരു വിശ്വാസിയുടെ എല്ലാം മറ്റൊരു വിശ്വാസിക്ക് വിശുദ്ധമാണ്, പവിത്രമാണ്, അതേപോലെ വിലക്കപ്പെട്ടതാണ്. മാലുഹു വഅർളുഹു വദമുഹു, അവന്റെ രക്തം അഥവാ രക്തം ചിന്തൽ, അയാളെ വധിക്കൽ. വധിക്കലിന് രക്തം ചിന്തൽ എന്നാ പറഞ്ഞത്. അപ്പോ കൊന്നിട്ട് വധം നടന്നില്ലെങ്കിലും എന്താണ്? തെറ്റാണ്, കുറ്റകരമാണ്. അപ്പൊ അയാളുടെ സമ്പത്ത്, മാലുഹു വഅർളുഹു, അയാളുടെ അഭിമാനം, വദമുഹു, അവന്റെ രക്തം, ഇതെല്ലാം എന്താണ്? ഇത് 3 എടുത്തു പറഞ്ഞതേ ഉള്ളൂ. കുല്ലുൽ മുസ്ലിം എന്നാ പറഞ്ഞത്. വിശ്വാസിയുടെ എല്ലാം മറ്റൊരു വിശ്വാസിക്ക് പവിത്രമാണ്. ഇത് സംരക്ഷിക്കാൻ, പരസ്പരം സംരക്ഷിക്കൽ ബാധ്യതയാണ്. ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് മറ്റൊരു വിശ്വാസിയുടെ ഇതെല്ലാം സംരക്ഷിക്കൽ. അതുപോലെ പവിത്രമാണ്, അത് സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായവനാണ് ഇവൻ. അപ്പൊ പിന്നെ ബാക്കി കാര്യങ്ങളൊന്നും പറയേണ്ടതില്ല. പിന്നെ അബദ്ധത്തിൽ സംഭവിച്ചു പോകാം എന്നാണ് പറഞ്ഞത്. ഇല്ല ഖതഅൻ, അബദ്ധത്തിലല്ലാതെ. വമൻ ഖതല മുഅ്മിനൻ ഖതഅൻ, ആരെങ്കിലും ഒരാൾ വിശ്വാസിയെ ബൈ മിസ്റ്റേക്കിൽ, അബദ്ധത്തിൽ കൊന്നുപോയാൽ, ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഫതഹ്രീറു റഖബത്തിൻ മുഅ്മിനത്തിൻ, എന്ത് ചെയ്യണം? തഹ്രീർ, ഹററ യഹ്രീറു, നേരത്തെ വന്നിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ. സ്വതന്ത്രമാക്കുക. ഹററൽ കിതാബ് എന്ന് പറഞ്ഞാൽ കിതാബ് ക്രോഡീകരിച്ചു എന്നാണ്. തഹ്രീർ, മുഹർരിർ, എഡിറ്റർ എന്നൊക്കെ
മുഹജ്ജിറിന് അർത്ഥം ക്രോഡീകരിച്ച ആള്, എഡിറ്റ് ചെയ്ത ആളെന്ന്. അതുകൊണ്ട് ഇവിടെ ഹററ ലാബിദ, ഒരു അടിമയെ തഹരീർ ചെയ്തു എന്ന് പറഞ്ഞാൽ അഅ്തഖഹു, യാനി മോചിപ്പിച്ചു എന്നാണ്. ഇവിടെ തഹരീറു റഖബത്തിൻ, നമ്മൾ പിരടിയെ മോചിപ്പിക്കുന്ന പിരടി എന്നാണ്. പക്ഷെ പിരടിയെ മോചിപ്പിക്കൽ എന്താണ്? ഇസ്ലാമിലെ ടെക്നിക്കൽ ടെർമിനോളജി, സാങ്കേതിക പദമാണ്. അത് അടിമയെ മോചിപ്പിക്കുക എന്നതാണ്. കാരണം അക്കാലങ്ങളിൽ എന്തായിരുന്നു? കഴുത്തിൽ കെട്ടിയിട്ട് കാളയെയും പശുവിനെയും കൊണ്ടുപോകുന്നവരെയാണ് കൊണ്ടുപോയിരുന്നത്. അങ്ങനെയാണ് ആ എഴുത്തഖു റഖബത്തിൻ അല്ലെങ്കിൽ തഹരീർ റഖബത്തിൻ എന്നൊക്കെയുള്ള പ്രയോഗം. പിരടിയെ മോചിപ്പിക്കൽ. ഫക്കു റഖബത്തിൻ നമ്മൾ നേരത്തെ വിളിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് തഹരീർ റഖബത്തിൻ. അപ്പോ റഖബത്തിൻ മുഅ്മിനത്തിൻ, തഹരീറു റഖബത്തിൻ ഇളാഫത്തായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ തഹരീർ റഖബത്തിന് ജറുണ്ട്. മുഅ്മിനത്തിൻ, അപ്പം റഖബത്തിന്റെ വിശേഷണമാണ് മുഅ്മിനത്തിൻ. ഇപ്പൊ ഏതെങ്കിലും ഒരു അടിമയെ സ്വതന്ത്രമാക്കിയാൽ പോരാ, മറിച്ച് എന്ത് ചെയ്യണം? ഒരു വിശ്വാസിയായ അടിമയെ സ്വതന്ത്രമാക്കണം. കാരണം വധിച്ചത് വിശ്വാസിയാണ്. അപ്പൊ വധിക്കപ്പെട്ടത് വിശ്വാസിയാണെങ്കിൽ മോചിപ്പിക്കേണ്ടത് വിശ്വാസിയായ അടിമ. ഇപ്പൊ വിശ്വാസിയായ ഒരു അടിമയെ എന്ത് ചെയ്യണം? മോചിപ്പിക്കണം. ഒന്ന്, ഇതെന്താണ്? ഇത് അയാളുമായി ബന്ധപ്പെട്ട വിഷയം. ഘാതകൻ, വധിച്ച ആളുമായി ബന്ധപ്പെട്ട വിഷയം. വധിച്ച ആള് എന്ത് ചെയ്യണം? അതിന് പകരമായി, അബദ്ധം സംഭവിച്ചതിന് പകരമായി ഒരടിമയെ മോചിപ്പിക്കാം. വദിയത്തുൻ മുസല്ലമത്തുൻ ഇലാ അഹ്ലിഹി. മുസല്ലമത്തിൻ നമ്മൾ നേരത്തെ പഠിച്ചു. ഇദാ സല്ലംതും മാ ആതൈതും, നിങ്ങൾ കൊടുക്കുന്നത് അവർ സ്വീകരിച്ചാൽ എന്ന് പറയും. അപ്പൊ സല്ലമ ഏൽപ്പിച്ചു കൊടുത്തു, മുസല്ലമത്തുൻ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. പിന്നെ അൽ ബഖറയിൽ ഒരു അൽ ബഖറയിൽ സല്ലമത്തില്ലേ? അത് തന്നെ. ഖാല ഇന്നഹു യഖൂലു ഇന്നഹാ ബഖറത്തുൻ ലാ തദുലു തുസീറുൽ അർള വലാ തസ്കിൽ അർള. ആ മുസല്ലമത്തിനല്ല, ആ മുസല്ലമത്ത് എന്താണ്? സുരക്ഷിതമായതാണ്. മുസല്ലമത്തുൻ ലാ ഷിയത ഫീഹ, അതിൽ കലയില്ലാത്ത സുരക്ഷിതമായതായിരിക്കണം, അടയാളങ്ങളില്ലാത്ത, സുരക്ഷിതം, സേഫ് ആയിരിക്കണം, ആരോഗ്യവതിയായിരിക്കണം. അതേപോലെ അത് അടയാളങ്ങളൊന്നും ഇല്ലാത്തതായിരിക്കും. ഇവിടെ എന്താണ്? സല്ലമ യുസല്ലിമു, ഏൽപ്പിച്ചു കൊടുത്തു. അത് അൽ ബഖറത്തിന് വന്നിട്ടുണ്ട്. ഇദാ സല്ലംതും മാ ആതൈതും വന്നിട്ടുണ്ട്. അപ്പൊ മുസല്ലമത്തിൽ ഏൽപ്പിച്ചു കൊടുക്കപ്പെടുന്നതായ ദിയത്തുൻ, വദിയത്തുനല്ല, ദിയത്തുൻ. രണ്ടാമത് ദിയത്തുൻ വേറെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാവും വായും ഫായും ഒക്കെ ഇതിനോടൊപ്പം ചേർന്ന് വന്നതാണ്. ദിയത്തുൻ എന്നതാണ്. ഗൾഫിലുള്ളവർക്ക് അറിയാൻ പറ്റും. അവിടെ കൊലപാതകം നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വധം നടന്നു കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യണം? ദിയത്തിന് ബ്ലഡ് മണി എന്ന് പറയും. ഇപ്പൊ ദിയത്തുൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്താ പറഞ്ഞത്? മലയാളം പറഞ്ഞാലേ കേട്ടു, വെബ്സൈറ്റിലുണ്ട്. ഫിദിയ അല്ല, ഇത് ദിയത്തിനാണ്. നഷ്ടപരിഹാരം. അപ്പം ദണ്ഡം കൊടുക്കുക എന്ന് പറയും. ഇപ്പൊ ഇവിടെ അദ്ദിയത്തു താഴെ ഡിക്ഷണറിയിലുള്ള മീനിങ് കൊടുത്തിട്ടുണ്ട്. അദ്ദിയത്തു അൽ മാലുല്ലദീ യുഅ്താ വലിയൽ മഖ്തൂൽ. അൽ മാലുല്ലദീ യുഅ്താ വലിയൽ മഖ്തൂൽ, വധിക്കപ്പെട്ട ആളിന്റെ വലിയന്, അതിലെ അയാളുടെ പിന്തുടർ അനന്തരാവകാശിക്ക്, രക്ഷാകർത്താവിന് എന്ന് പറഞ്ഞാൽ മരിച്ച ആളിന്റെ അനന്തരാവകാശിക്ക് യുഅ്താ നൽകപ്പെടുന്ന അൽമാലാണ്. അൽമാലുല്ലദീ യുഅ്താ വലിയൽ മഖ്തൂലി ബദല നഫ്സിഹി, ആ നഫ്സിന്റെ, ആ ബോഡിയുടെ പകരമായി ഏൽപ്പിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന ധനത്തിനാണ് ദിയത്തുൻ എന്ന സാങ്കേതിക പദം ഉപയോഗിക്കുന്നത്. അപ്പൊ ദിയാധനം എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ദയാധനം എന്നൊക്കെ, ദയായിട്ട് കൊടുക്കുന്നതല്ല സംഭവം. അതിന് ബ്ലഡിന് പകരമായെന്ന് പറഞ്ഞാൽ മരിച്ചതിന് പകരമായി. അത് ആക്സിഡന്റ് നടന്നാലും, ആക്സിഡന്റിലാണെങ്കിലും ഇദ്ദേഹം ആക്സിഡന്റ്, ഒരാൾ മരിച്ചു, മറ്റേയാൾ കുറ്റവാളിയാണെങ്കിൽ എന്താണ്? അയാൾ ബ്ലഡ് മണി കൊടുക്കണം.
അങ്ങനെയാണ് പല സംഭവങ്ങളും നമ്മൾ അയാളെ മോചിപ്പിക്കാതെയൊക്കെ വരുന്നത്. അതിനെന്താണ്, ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന എന്താണ് അയാളുടെ പവിത്രതയാണ്, റെസ്പെക്റ്റാണ്. നമ്മുടെ നാട്ടിലെ പോലെയല്ല. ഇസ്ലാം ഒരു വ്യക്തിക്ക്, ഒരു ഇൻഡിവിജ്വലിന് കൊടുക്കുന്ന റെസ്പെക്റ്റാണ്. അതിൻ്റെ ദിയാധനത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ എമൗണ്ട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ദിയത്തുൻ മുസല്ലമത്തുൻ, ഫിദിയ എന്ന് പറഞ്ഞാൽ പ്രായശ്ചിത്തം കൊടുക്കലാണ്, അത് വേറെയാണ്. ഫിദിയത്തുൻ എന്ന് പറയുന്നിടത്ത് ഫാഇന് കസറാണ്. അപ്പൊ ഫിദിയത്തുൻ എന്നത് എന്താണ്? ഫിദിയത്തുൻ ഒരു വാക്കാണ്, ഫിദിയത്തുൻ ഒരു വാക്കാണ്. അതേസമയം എന്താണ് ഇവിടെ വ ദിയത്തുൻ ഔ ഫ ദിയത്തുൻ. വ ദിയത്തുൻ, വ എന്താണ്? ആൻഡ് എന്ന അർത്ഥത്തിലുള്ളത്. ഫ എന്ന് പറഞ്ഞത് അപ്പോൾ, അങ്ങനെ എന്നൊക്കെയുള്ള അർത്ഥത്തിലുള്ള ഫായ. അപ്പൊ അത് അഡീഷണൽ ചേർന്ന് ഒന്നാണെന്ന് നമുക്ക് മനസ്സിലാകും. ഫിദിയത്തിന് എന്താണ്? മക്സൂറത്താണ്, അവിടെ കസറാണ് ഫ. ഓക്കെ. മുഅ്മിനത്തുൻ വ തഹ്രീറു റഖബത്തിൻ മുഅ്മിനത്തിൻ വ ദിയത്തുൻ മുസല്ലമത്തുൻ. അപ്പൊ തെറ്റ് ചെയ്തയാള് അബദ്ധത്തിൽ ചെയ്തത് പോയതിന് പകരമായി അയാൾ എന്ത് ചെയ്യണം? അടിമയെ മോചിപ്പിക്കണം. ഒരു വിശ്വാസിയെ അടിമയെ മോചിപ്പിക്കണം. വ ദിയത്തുൻ, അതോടൊപ്പം ഇയാൾ എന്ത് ചെയ്യണം? ദിയ കൊടുക്കണം, ബ്ലഡ് മണി കൊടുക്കണം. മുസല്ലമത്തുൻ ഇല അഹ്ലിഹി എന്ന് പറഞ്ഞാൽ അയാളുടെ വലിയന്, അയാളുടെ അനന്തരാവകാശിക്ക് അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആൾക്ക് കൊടുക്കണം. അർഹതപ്പെട്ട ആൾ എന്ന അർത്ഥമാണ് ഇവിടെ അഹ്ലി. ഇല്ല അൻ യസ്സദ്ദഖു. അപ്പൊ അവിടെ റെസ്പെക്റ്റും പിന്നെന്താണ് വിട്ടുവീഴ്ചയും ഒരേ സമയം നിലനിർത്തിയാണ്. എന്ത് ചെയ്യാം? ഈ വലിയന് അല്ലെങ്കിൽ അഖിൽ എന്ന് പറഞ്ഞല്ലോ, ഈ അഖിൽ എന്ത് ചെയ്യാണ്? അഖിൽ പറയാണ് ഞാൻ വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തിരിക്കുന്നു. ഇപ്പൊ എന്താണ് ഈ പറയാൻ പോകുന്ന ഈ അത്രയും തുകയ്ക്കുള്ള ദിയ അയാൾ എന്ത് ചെയ്തിരിക്കുകയാണ്? വിട്ടുകൊടുക്കുകയാണ്. മറ്റെന്താണ്? മറ്റു സ്ഥലങ്ങളിൽ കൊടുക്കണം, നിർബന്ധപൂർവ്വം കൊടുക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ജപ്തി ചെയ്ത് വാങ്ങണം. മറ്റൊരു എക്സ്ക്യൂസ് എന്ന് പറഞ്ഞ സംഭവം അവിടെ വരുന്നില്ല. ഇവിടെ എന്ത് ചെയ്യാണ്? ഇവിടെ ഇത് അലംഘനീയമായ കോൺസ്റ്റിറ്റ്യൂഷനാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? ജനങ്ങൾ കൂടിയിട്ട് തീരുമാനിച്ച് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പറ്റില്ല, ഇത് മാറ്റാൻ പറ്റില്ല. അതാണ് ഇസ്ലാമിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇത് ഭരണഘടനയുടെ പ്രത്യേകത ഇതാണ്. ഭരണഘടനയിൽ അടിസ്ഥാന തത്വങ്ങളുണ്ട്. ഈ അടിസ്ഥാന തത്വങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? മാറ്റാൻ പാടില്ല. ഖുർആനും സുന്നത്തിലും അടിസ്ഥാന തത്വങ്ങളായി പറഞ്ഞ കാര്യങ്ങളിൽ മാറ്റാൻ പറ്റില്ല. അത് ദിയ, ധനം എന്ന് പറയുന്നത് ദിയ തന്നെയാണ്. അതോടൊപ്പം അവിടെ എന്ത് ചെയ്യുന്നിരിക്കുന്നു? എക്സ്ക്യൂസ്. അപ്പോൾ വ്യക്തിക്ക് പരമാവധി റെസ്പെക്റ്റ് കൊടുക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം മറ്റേയാൾക്ക് ഹൃദയത്തിന് പരമാവധി നൈർമല്യവും കൊടുക്കുന്നു. അയാൾക്ക് എന്ത് ചെയ്യുക? വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാം. ഇല്ല യസ്സദ്ദഖു. അപ്പോൾ തസദ്ദഖു എന്നതാണ് എന്ത് ചെയ്തിരിക്കുന്നത്? യതസദ്ദഖു എന്നതാണ് യസ്സദ്ദഖു ആയി മാറി. യതസദ്ദഖു, തസദ്ദഖ, യതസദ്ദഖു, യതസദ്ദഖു. അപ്പോ ഇല്ല അൻ യസ്സദ്ദഖു ഔ ഇല്ല അൻ യതസദ്ദഖു, അവർ വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്താൽ ഒഴികെ. അപ്പൊ ഇവിടെ ദാനമായി നൽകിയാൽ ഒഴികെ എന്ന് പറഞ്ഞാൽ അവർ അതിന് വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തു എന്നർത്ഥം, ഒഴിവാക്കി കൊടുത്തു എന്നർത്ഥം. ഇൻ കാന മിൻ ഖൗമിൻ. അപ്പൊ എന്താണ് ഈ ദിയ, ധനം? അതിനെ ഹദീസിൽ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ദിയ ധനത്തിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 100 ഒട്ടകം. 100 ഒട്ടകം. ഒരു മനുഷ്യന് അബദ്ധത്തിൽ വധിക്കപ്പെട്ടു പോയാൽ എന്ത് ചെയ്യണം? ബ്ലഡ് മണി 100 ഒട്ടകമാണ്. 100 ഒട്ടകം. പിന്നെ ആ 100 ഒട്ടകം എങ്ങനെയുള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ആവശ്യമില്ലാത്ത എവിടെയെങ്കിലും കിടക്കുന്ന ഒട്ടകത്ത് കൊടുത്താൽ പോരാ. അതൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ സുരക്ഷിതമായ, ആരോഗ്യവതിയായ, അതിന് പ്രത്യേക ഏതെല്ലാം ഇനത്തിലുള്ള ഒട്ടകങ്ങളെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ വിശദാംശം നിങ്ങൾ ചെയ്യാൻ പോകുന്നില്ല. നിങ്ങളുടെ കയ്യിൽ വ്യാഖ്യാന ഗ്രന്ഥങ്ങളുണ്ടാകും, അത് നോക്കുക.
അപ്പൊ അതിന്റെ സീരിയസ്നെസ് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞത്. എന്താണ് 100 ഒട്ടകം? 100 ഒട്ടകം ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? 200 പശു. 200 പശു ഇല്ലെങ്കിലോ 2000 ആട്. ഇതിന്റെ ഈക്വലന്റ് ആയിട്ടുള്ള മണിയാണ് ബ്ലഡ് മണി. ഇതാണ് നഷ്ടപരിഹാരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചിരുന്നത്. പിന്നീട് അതിനെ സ്വർണ്ണ നാണയത്തിലേക്കും വെള്ളി നാണയത്തിലേക്കൊക്കെ മാറ്റിയിട്ട് പകരം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് പ്രായോഗിക വശങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാണ് ബ്ലഡ് മണി. فإن كان من قوم عدو لكم وهو مؤمن فتحرير رقبة مؤمنة. ഇനി എന്ത് ചെയ്തു? فإن كان من قوم عدو لكم. ഈ മരിച്ചയാള് എന്ത് ചെയ്യാണ്? ഇൻകാൻ അവനായിരുന്നുവെങ്കിൽ, വധിക്കപ്പെട്ടയാള് ആയിരുന്നുവെങ്കിൽ, മിൻ ഖൗമിൻ അദുവ്വില്ലക്കും, നിങ്ങളുടെ ശത്രു സമൂഹത്തിൽപ്പെട്ട ഒരാളാണ്. വഹുവ മുഅ്മിനുൻ, അയാളെന്താണ്? വധിക്കപ്പെട്ടയാള് വിശ്വാസിയാണ്. ഫതഹ്രീറു റഖബത്തിൻ മുഅ്മിനത്തിൻ. അപ്പൊ എന്ത് ചെയ്യുക? ഒരു വിശ്വാസിയായ അടിമയെ മോചിപ്പിച്ചാൽ മതി. ഓക്കെ. പിന്നെ ദിയാധനത്തെ കുറിച്ച്, ദിയാധനം വരുന്നില്ല. കാരണം എന്താണ്? വധിക്കപ്പെട്ടയാള് ശത്രു സമൂഹത്തിൽപ്പെട്ടതായതുകൊണ്ട്. ആരാണ് ശത്രു സമൂഹം എന്നുള്ളത് വേറെ മനസ്സിലാക്കണം കേട്ടോ. وإن كان من قوم بينكم وبينهم ميثاق. ഇനി ഈ വധിക്കപ്പെട്ടയാള് എവിടെയുള്ള ആളാണ്? وإن كان من قوم ബൈനക്കും വബൈനഹും മീസാഖുൻ. നിങ്ങൾക്കും ആ കൗമിനും ഇടയിൽ എന്തുണ്ട്? ഒരു ട്രീറ്റി ഉണ്ട്, ഒരു സുൽഹുണ്ട്, അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റ് ഉണ്ട്. പരസ്പരം ഉള്ള ഒരു എഗ്രിമെന്റ് ഉണ്ട് എങ്കിൽ, പരസ്പരം കരാർ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഉടമ്പടി ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിൽ, ബൈനക്കും വബൈനഹും മീസാഖുൻ ഫദിയത്തുൻ മുസല്ലമത്തുൻ ഇലാ അഹ്ലിഹി വതഹ്രീറു റഖബത്തിൻ മുഅ്മിനത്തിൻ. അപ്പോ ശത്രു സമൂഹമാണെങ്കിൽ ദിയ വരുന്നില്ല. ശത്രു സമൂഹമല്ല, മറിച്ച് എന്താണ്? സമൂഹം മുസ്ലിം അല്ലാത്ത സമൂഹമാണ്, പക്ഷേ അവരും നിങ്ങളുമായി ഒരു ട്രീറ്റി, ഉടമ്പടി ഉണ്ട്, നിങ്ങളുടെ സഖ്യകക്ഷിയിൽപ്പെട്ടതാണ് എങ്കിൽ, ബൈനക്കും മൊബൈനഹും മീസാഖുൻ, ഉടമ്പടി കരാർ. ദിയത്തുൻ മുസല്ലമത്തിൻ, ഏൽപ്പിച്ചു കൊടുക്കപ്പെടുന്ന ദിയ, ധനമുണ്ട്, ഇലാ അഹ്ലിഹി, അയാളുടെ അവകാശികൾക്ക്, വതഹ്രീറു റഖബത്തിൻ മുഅ്മിനത്തിൻ, നേരത്തെ പറഞ്ഞതുപോലെ വേണം, വിശ്വാസിയായ അടിമയെ മോചിപ്പിക്കുകയും വേണം. ആദ്യം പറഞ്ഞ നിയമം തന്നെയാണ്. നിങ്ങളുടെ സമൂഹത്തിൽപ്പെട്ട ഒരു വിശ്വാസി വധിക്കപ്പെട്ടാൽ എന്താണോ നിയമം, അതേ നിയമം തന്നെയാണ് ട്രീറ്റി ഉള്ള സമൂഹവുമായും ഉള്ളത്. എന്തായി? ഉടമ്പടിയുള്ള സമൂഹം, നമ്മളെ സഖ്യകക്ഷി എന്തായി? വിശ്വാസികളോടൊപ്പമുള്ള അതേ നിലപാട് തന്നെയാണ് ഉള്ളത്. ഭരണഘടന ശരിക്കും വായിച്ച് മനസ്സിലാക്കേണ്ട സംഗതിയാണ് കേട്ടോ. ഒരു സമൂഹത്തെ നമ്മൾ എങ്ങനെ കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കാം അല്ലെ? അങ്ങനെയല്ലേ? അങ്ങനെയാണോ പറഞ്ഞത്? തുടക്കത്തിലില്ലായിരുന്നോ? ഉണ്ടായിരുന്നു. ആദ്യം പറഞ്ഞു പ്ലസ് ആണ് ഇത്. അയാളെ അടിമയെ മോചിപ്പിക്കേണ്ടത് അയാളുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്കിന് അള്ളാഹുവിനോട് എന്ത് ചെയ്യണം? പ്രായശ്ചിത്തം ചെയ്യണം. അഹ്ലിനോട് എന്ത് ചെയ്യണം? അഹ്ലിനോട് ദിയ കൊടുക്കണം. ബാക്കി കാര്യം പറയുന്നുണ്ട്. കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പിന്നെ പറയും. ഇതാണ് നിയമം. അത് നിയമം അതാണ്. അതായത്
ഒരു നമ്മളിപ്പോ ഒരാളിൽ നിന്ന് കടം വാങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹ് കടം ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞില്ലേ? കടം വാങ്ങിയാൽ ആ വ്യക്തി കടം തിരിച്ചു കൊടുക്കണം. എന്താണ് ആ ബാധ്യത അയാൾ തീർക്കേണ്ടതാണ്. അള്ളാഹ് പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ അത് വേറെ നിയമം. അത് അള്ളാഹ് എന്ത് ചെയ്യാൻ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാൻ, അള്ളാഹിനോട് പാശ്ചാത്യം ചെയ്താൽ പാശ്ചാത്തപിച്ച് മുടങ്ങിയാൽ അള്ളാഹ് വിട്ടുവിടും. പക്ഷെ കടം വാങ്ങിയത് അത് വ്യക്തി കൊടുക്കേണ്ടതാണ്, അത് തിരിച്ചു കൊടുക്കണം. അതേപോലെ ഒരാൾ വധിക്കപ്പെട്ടാൽ ആ ആളോട് നമുക്ക് ബാധ്യതയുണ്ട്, അതോടൊപ്പം അള്ളാഹയോടും ബാധ്യതയുണ്ട്. നിയമം ലംഘിച്ചതിന് സൃഷ്ടാവിനോട് ബാധ്യതയുണ്ട്, സൃഷ്ടികളോട് തെറ്റ് ചെയ്തതുകൊണ്ട് സൃഷ്ടികളോടും ബാധ്യതയുണ്ട്. ഈ രണ്ട് ബാധ്യതയും ഒരേപോലെ പരിഹരിക്കണം. അതാണ് ഇസ്ലാമിക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ, ശരിയായ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്, ശരിയായ ഭരണഘടന എന്ന് പറയുന്നത്. അപ്പോൾ കൗമിൻ ബൈനക്കും ബൈനഹും മീസാഖുൻ. അപ്പോൾ അങ്ങനെ നമ്മളൊരു വിഭാഗവുമായി സഖ്യം ചേർന്നിട്ടുണ്ടെങ്കിൽ, സഖ്യകക്ഷിയിൽപ്പെട്ടവരാണെങ്കിൽ അവരുമായി ഉടമ്പടി ഉണ്ടെങ്കിൽ ഇസ്ലാമിക സമൂഹത്തോട് സ്വീകരിക്കുന്ന അതേ നിലപാടാണ് അവരോട് സ്വീകരിക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം? ദിയത്തും കൊടുക്കണം. നേരത്തെ പറഞ്ഞ പോലെ വിശ്വാസിയെ ആയ അടിമയെ മോചിപ്പിക്കുകയാണ്. ഫമല്ലം യജിദ്, അങ്ങനെ കൊടുക്കാൻ, ദിയ കൊടുക്കാൻ കിട്ടിയില്ലെങ്കിൽ, ലാം യജിദ്, പഞ്ചതേജിദ്, കിട്ടിയില്ല, ലഭിച്ചില്ല. ഫസിയാമു ഷഹ്റൈൻ, കാര്യം വേറെ വേറെ മനസ്സിലാക്കണം. ഉത്തരവാദിത്വം അള്ളയോടുണ്ട്, മരിച്ച വ്യക്തിയോടുണ്ട്. അത് രണ്ടും പൂർത്തീകരിക്കും. ഫമല്ലം യജിദ്, കിട്ടിയില്ലെങ്കിൽ വേറെ കാര്യം. ഫസിയാമു ഷഹ്റൈനി മുതതാബിഐൻ, 2 മാസം എന്ത് ചെയ്യണം? തുടർച്ചയായിട്ട്. ഒരു ദിവസം വിട്ടാൽ വീണ്ടും ഒന്നേ തുടങ്ങും. 2 മാസം ഷെഹ്റൈനായി, ഷെഹ്റൈനാകാൻ വേണ്ടി ഒരു ദിവസം ബാക്കിയുണ്ട്. ഒരു ദിവസം കൂടെ ഇപ്പം അയാളെന്തായി, വേറെ എന്തെങ്കിലും വീക്ക്നെസ്സിലായി പെട്ടുപോയി. പിന്നെ എന്ത് ചെയ്യണം? അടുത്ത ദിവസം വീണ്ടും തുടങ്ങണം. ബാക്കി ഒന്നും വരാം. മുത്തതാബിഐൻ. അപ്പൊ മുത്തതാബിഉൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്, തുടർച്ചയായത്. തതാബഅ, പരസ്പരം പിന്തുടർന്നു. തതാബഅ, പിന്തുടർന്നു. ഇപ്പൊ മുത്തതാബിഐൻ, പിന്തുടർത്തപ്പെട്ടതായ നിലയിൽ. മുത്തതാബിഉൻ, 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 പിന്തുടർത്തപ്പെട്ടതായ നിലയിൽ. തൗബത്തൻ മിനല്ലാഹ്, അള്ളാഹുവിനോട് പശ്ചാത്താപം എന്ന നിലയിൽ. കാന അല്ലാഹു അലീമൻ ഹക്കീമൻ, അള്ളാഹു നന്നായി അറിയുന്നവനും യുക്തിമാനുമാണ്. എന്താ നന്നായി അറിയുമെന്ന് പറഞ്ഞത്? നമുക്ക് എൻ്റെ പണമില്ല, അതെല്ലാം നേരത്തെ മോളുടെ പേരിൽ മോൻ്റെ പേരിലൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹ്ക്കറിയാം. അത് നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കുറുക്ക് വഴി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹ്ക്കറിയാം. ഇല്ലെന്ന് പറയുന്നത് ചിലപ്പം സ്വിസ് ബാങ്കിലാണ് നടക്കുന്നത്, അറിയില്ലല്ലോ. ബ്ലാക്ക് മണിയാണ്, വേറെ എന്തെങ്കിലും നിയമത്തിനപ്പുറം ഒക്കെ ആണെങ്കിൽ അറിയാൻ പറ്റില്ല. നിയമത്തിന്റെ കണ്ണ് വെട്ടിച്ച് വേറെ എവിടെയെങ്കിലും അയാൾക്ക് സ്വത്തുകളുണ്ടെങ്കിൽ അതൊന്നും ഹുക്കൂമ, ഗവൺമെന്റിന് അല്ലെങ്കിൽ നീതിപീഠത്തിന് അറിയാൻ പറ്റില്ല. ഒരു സംശയം, ഇവിടെ ദിയ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ അതോ പിന്നെ ഒരു അടിമയെ മോചിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ ഇത് പറഞ്ഞിട്ടുള്ളത്? രണ്ടായാലും. അപ്പൊ ഏതെങ്കിലും ഒന്ന് കഴിഞ്ഞില്ലെങ്കിലും ഇത് ചെയ്യാം. മുത്തതാബിഐൻ, അതെ. വക്കാന അല്ലാഹു അലീമൻ ഹക്കീമ. അപ്പോ ഒരു കാര്യം പറഞ്ഞത്, അലീം എന്ന് പറഞ്ഞത് നമ്മൾ എന്തെങ്കിലും, അതായത് മനുഷ്യന്മാരെന്തെങ്കിലും ഈ പ്രതി എന്തെങ്കിലും ക്രൂക്കലായിട്ടുള്ള വളഞ്ഞ വഴി സ്വീകരിച്ചു ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നന്നായി അള്ളാഹ്ക്കറിയാം. ഹക്കീമൻ എന്ന് പറഞ്ഞാൽ ഇതാണ് മോസ്റ്റ് സ്യൂട്ടബിൾ ലോ
അല്ലേ? ഏതെങ്കിലും ഭരണഘടന ഇത് പറഞ്ഞിട്ടുണ്ടാവോ? ഞങ്ങൾ ക്രോഡീകരിച്ചിരിക്കുന്ന ഈ ക്രോഡീകരണമാണ് യുക്തിഭദ്രമായത് എന്നാർക്കും പറയാൻ കഴിയില്ല. ഒരു ഭരണഘടനയിലും എഴുതി വെച്ചിട്ടില്ല. ഇതാണ് ഈ ഭരണഘടനയുടെ പ്രത്യേകത. ഹക്കീമാണ്, യുക്തിഭദ്രമായവനാണ് നിങ്ങൾക്ക് ഈ ഭരണഘടന തന്നിരിക്കുന്നത്. ഇത് നിങ്ങൾ 49 പേരെ കൂട്ടിയിട്ട് അല്ലെങ്കിൽ 51 ആളെ ചേർത്തിട്ട് ഇത് മാറ്റിത്തിരുത്താൻ നോക്കണ്ട. ഇത് മാറ്റാൻ പറ്റില്ല. ഇത് അവിടെ തന്നെ എപ്പോഴും ഉണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞു ഇല്ല ഖതഅൻ എന്ന് പറഞ്ഞു, ബൈ മിസ്റ്റേക്ക് അല്ലാതെ സംഭവിക്കാൻ പാടില്ല. അപ്പൊ എന്താണ്? മൻ കണ്ടീഷനിലാണ്. യഖ്തുൽ അവിടെ ജസ്മി ചെയ്യപ്പെട്ടു. മൻ യഖ്തുൽ മുഅ്മിനൻ, വിശ്വാസിയെ ഏതെങ്കിലും ഒരാൾ വധിച്ചിട്ടുണ്ടെങ്കിൽ, മുതഅമ്മിദൻ, തഅമ്മദ യതഅമ്മദു, മനഃപൂർവ്വം ചെയ്തു. തഅമ്മദ ബോധപൂർവം ചെയ്തു. മുതഅമ്മിദൻ ബോധപൂർവം അല്ലെങ്കിൽ മനഃപൂർവം. ഫജസാഉഹു, അപ്പോൾ അവന്റെ പ്രതിഫലം ജഹന്നം. മനസ്സിലാക്കണം. നമ്മൾ സബൽ മൂബിഖാത്ത് എന്ന് പറഞ്ഞു, ശിർക്ക് കഴിഞ്ഞാൽ അടുത്ത സംഗതിയാണെന്ന് പറഞ്ഞു. ഇപ്പൊ എന്താ പ്രതിഫലം എന്നുള്ളതാണ് ഇവിടെ പറയാൻ പോകുന്നത്. ജസാഉഹു ജഹന്നം, അവനെന്താണ്? നരകമാണ് അവന്റെ റിവാർഡ്, അവന്റെ പ്രതിഫലം എന്താണ്? നരകമാണ്. ഖാലിദൻ ഫിഹ, എറ്റേണൽ, ഫോറെവർ, എന്നെന്നും ഉള്ള ശാശ്വതവാസിയായ നിലയിൽ. ഖാലിദൻ ഫിഹ, ഖാലിദ്. ജസാഉഹു ജഹന്നമു ഖാലിദൻ ഫിഹ. തീർന്നില്ല. അപ്പോ ശിക്ഷ അവിടെയുണ്ട്. അത് കൂടാതെ വഖദിബല്ലാഹു അലൈഹി, അള്ളാഹുവിന്റെ മേൽ കോപിച്ചിരിക്കുന്നു. തീർന്നില്ല. വലഅനഹു, ശപിച്ചിരിക്കുന്നു. വഅഅദ്ദ ലഹു അസാബൻ അളീമ, ആദ്യം ജഹന്നം ഉണ്ടെന്ന് പറഞ്ഞു. അത് അദാബുൻ അളീമാണ്. ഖാലിദൻ ഫിഹ എന്നൊക്കെ പറഞ്ഞതോടുകൂടി അദാബുൻ അളീമാണ്. അത് കൂടാതെ അള്ളാഹുവിന്റെ ഗളബുണ്ട്, കോപമുണ്ട്. ലഅനഹു, അള്ളാഹു ശപിച്ചിരിക്കുന്നു. പിന്നീട് അഅദ്ദ ലഹു അസാബൻ അളീമ, അത് കൂടാതെ ഭയങ്കരമായ ശിക്ഷ അഅദ്ദ, ഒരുക്കി വെച്ചു. അഅദ്ദ, തയ്യാറാക്കി വെച്ചു. നേരത്തെ വന്നിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ദറബതും ഫീ സബീലില്ലാഹി, ദറബ യദ്രിബു, ഇവിടെ എന്താണ്? ദറബ ഫീ, ദറബ ഫീ. ദറബ മുമ്പ് പഴയ ഇതിലൊക്കെ ഉണ്ടായിരുന്നു. നേരത്തെയുള്ള കോഴ്സ് എന്തായിരുന്നു? അത് ഡീപ്പായിട്ടുള്ള കോഴ്സായിരുന്നു. അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ ദറബ ഏതെല്ലാം സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് അതൊക്കെ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. അപ്പൊ ദറബ അടിച്ചു എന്ന അർത്ഥത്തിൽ കുറച്ച് പ്രാവശ്യം ഖുർആനിൽ വന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം മറ്റ് വ്യത്യസ്ത അർത്ഥങ്ങളിലാണ്. അപ്പൊ നമുക്ക് ദറബയുടെ ഈ ആക്ടിവിറ്റി നമുക്കൊന്ന് ചെയ്യണം. എവിടെയൊക്കെയാണ് ഖുർആനിൽ ദറബ വന്നിരിക്കുന്നത്? ഞാൻ ആ ലിസ്റ്റ് ഇട്ട് തരാം. ദറബയുടെ ലിസ്റ്റ് ഇട്ട് തരും. ഏതൊക്കെ ആയത്തുകളിലാണ് ദറബയുള്ളതെന്ന്. അത് വേറെ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ ആ ആയത്ത് പോയിട്ട് അർത്ഥം മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ എവിടെയൊക്കെ ഏതൊക്കെ അർത്ഥത്തിൽ വന്നിരിക്കുന്നു. ദറബ ഫീ എന്ന് പറഞ്ഞാൽ സഞ്ചരിച്ചു എന്നാണ്. ആഖറൂന യദ്രിബൂന ഫിൽ അർദി എന്ന് വന്നിട്ടുണ്ട്. സൂറത്തു മുദ്ദസ്സിർ, മുസ്സമ്മിൽ. മറ്റൊരു വിഭാഗം അള്ളാഹിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നു. എവിടെയും ദറബത്തും ഫീ സബീലില്ല. ദറബയുടെ കൂടെ മസലൻ വന്നാൽ ഉദാഹരണം വിവരിച്ചു എന്നാണ്. ദറബയുടെ കൂടെ ദറബ ഉനുക്കാണെങ്കിൽ കഴുത്ത് വെട്ടലാണ്. വദ്രിബൂ ഫൗഖൽ അഅനാഖി, പെരടിയിൽ വെട്ടാൻ. പെരടിയിൽ അടിക്കാനല്ല പറഞ്ഞത്, പെരടിയിൽ വെട്ടാൻ. വദ്രിബൂ ഫൗഖൽ അഅനാഖ്. എന്താണ്? അപ്പൊ അതൊക്കെ ആയത്തുകളൊക്കെ പോയിട്ട് വായിച്ചു നോക്കിയാൽ മതി. വായിച്ചു നോക്കിയിട്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കുക. അപ്പൊ എന്നിട്ട് അവിടെ ഫീ ആണോ അന്നാണോ, അതേപോലെ
എന്താണെന്നുള്ളത്, അവിടെ വന്നിരിക്കുന്ന പ്രിപ്പോസിഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇതാ നറബത്തും ഫീ സബീലില്ലാഹി, അള്ളാന്റെ മാർഗത്തിൽ നിങ്ങൾ സഞ്ചരിച്ചാൽ. ഫതബയ്യനു, അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ എപ്പോഴും ഉറപ്പുവരുത്തണം. മേക്ക് ഷുവർ. തബയ്യന, ഉറപ്പുവരുത്തി. തബയ്യന, തബയ്യന ഏത് ഗ്രൂപ്പാണ്? തബയ്യനയുടെ ഏത് ഗ്രൂപ്പാണ് തബയ്യൻ? തദക്കറുടെ കൽപ്പന എങ്ങനെ വരും? തദക്കിർ. അത് തന്നെ, തദക്കിറാണ്. തദക്കിറിന് കാക്കി കസറുള്ള നീട്ടി ഓ തദക്കറ യതദക്കറു. മാളിയിലും മുളാരിയിലും ഒരേപോലെയാണ് അടയാളങ്ങൾ വരുന്നത്. തദക്കറ യതദക്കറു. മാളിയിലും മുളാരിയിൽ അടയാളം മാറിയില്ലെങ്കിൽ കൽപ്പനയിൽ മാറ്റമില്ല. മുളാരിയിൽ എങ്ങനെയാണോ ഉള്ളത് അത് തന്നെയാണ് കൽപ്പനയിലുള്ള അടയാളം. യതദക്കറു എന്നാണ്. തദക്കറ, ഹർക്കത്തുകൾക്കൊന്നും മാറ്റമില്ല, ശക്രികൾക്കൊന്നും അടയാളങ്ങൾക്കൊന്നും വ്യത്യാസമില്ല. യതദക്കറു. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? യതദക്കറുലെ യാ കളഞ്ഞിട്ട് അവസാനത്തിന് സുക്കൂൻ ഇട്ടാൽ കൽപ്പന ക്രിയയായി. യഫ്തഹുവിന്റെ യാ കളഞ്ഞിട്ട് പിന്നെ അവിടെ ഈ ചേർക്കുന്നു എന്നുള്ളത്. സബ്ബഹ ഗ്രൂപ്പ് ആകുമ്പോൾ സബ്ബഹ യു സബ്യഹു, യു കളഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? ബാക്കിയുള്ളതിന് അവസാനത്തെ സുക്കൂൻ കൊടുക്കുമ്പോൾ കൽപ്പന ക്രിയയായി. അതേപോലെ തദക്കറ യതദക്കറു. യതദക്കറു എന്ന് വരുമ്പോൾ ആദ്യത്തെ യാ കളഞ്ഞിട്ട് പിന്നീട് അവസാനത്തിന് സുക്കൂൻ കൊടുക്കുമ്പോൾ കൽപ്പന ക്രിയയായി. അപ്പോൾ അതേപോലെ ഇവിടെയാണ് ഇവിടെയും തബയ്യന യതബയ്യൻ, കൽപ്പന തബയ്യൻ. പിന്നെ ബഹുവചനം വരുമ്പോൾ തബയ്യനു. അപ്പൊ മാളിയാണെങ്കിലോ തദക്കറ തദക്കറു. തദക്കറ അവൻ ഓർമ്മിച്ചു, തദക്കറു അവർ ഓർമ്മിച്ചു. അപ്പൊ മാളി അങ്ങനെ തന്നെയാണ്. കൽപ്പനക്രിയയും ബഹുവചനം അങ്ങനെ തന്നെയാണ്. തബയ്യന കൽപ്പനക്രിയ തബയ്യൻ, ബഹുവചനം തബയ്യനു, നിങ്ങൾ ഉറപ്പുവരുത്തൂ. ഫതബയ്യനു, നിങ്ങൾ ഉറപ്പുവരുത്തൂ. തബയ്യന നമ്മൾ പട്ടിക പഠിച്ചിട്ടുണ്ടെന്നാണ് ഓർമ്മ. നിങ്ങൾ ഫൈനൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പട്ടിക പഠിച്ചിട്ടുണ്ടാവും. തബയ്യന അല്ലേ? തബയ്യന ഗോൾഡനിലുണ്ട്. ഓക്കെ. അപ്പൊ ഞാനത് കൽപ്പനക്രിയയും മാളിയും അവിടെ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്യില്ല. ഒരുപാട് ഡിസ്കസ് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും മനസ്സിൽ കൺഫ്യൂഷൻ കയറി കൂടണ്ടെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ആരെങ്കിലും കൺഫ്യൂഷൻ കയറി കൂടിയിട്ടുണ്ടെങ്കിൽ ശരിയാകാൻ വേണ്ടിയാണ് ഇവിടെ നിന്ന് ക്ലിയർ ആക്കുന്നത്. ഇതിനാണ് നമ്മൾ ഇതുപോലുള്ള ചില ടിപ്പുകൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ കോഴ്സ് എന്ത് ചെയ്യുന്നത്, എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത് പഠിച്ചത് കൊണ്ട് തന്നെ ഫൈനൽ തീർന്നതോടുകൂടി കംപ്ലീറ്റ് കോഴ്സ് തീർന്നു. പിന്നെ എവിടെ ഖുർആൻ വായിച്ചാലും അർത്ഥം മനസ്സിലാവും. അതേപോലെ സംഗതികൾ എന്തെങ്കിലും ഉള്ളത് വീണ്ടും വരുന്നത് ആവർത്തിച്ച് പഠിച്ച് ഉറപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുന്നത്. ഫതബയ്യനു വലാ തഖൂലൂ ലിമൻ അൽഖാ ഇലൈക്കുമുസ് സലാമ ലസ്ത മുഅ്മിനൻ. ഒരു കൂട്ടം ആൾക്കാർ നമ്മൾ അങ്ങോട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇത് ലറബത്തും ഫീ സബീലില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ മാർഗത്തിൽ സഞ്ചരിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? ഒരു യുദ്ധമുന്നണിയിൽ നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു യുദ്ധമുന്നണി നിങ്ങൾ മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ, മിലിറ്ററി മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ, യുദ്ധമുന്നണിയിലേക്ക് യുദ്ധമുന്നണി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു കൂട്ടർ ആൾക്കാർ വന്നിട്ട് നിങ്ങൾ ഒരു കൂട്ടർ ആൾക്കാരെ കണ്ടു. കണ്ടപ്പോൾ എന്ത് ചെയ്തു? അവര് അസ്സലാമു അലൈക്കും പറഞ്ഞു. അപ്പൊ നിങ്ങൾക്കൊരു സംശയം, യുവന്മാര് യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണോ സലാം പറഞ്ഞത്? അപ്പൊ അത് നമ്മുടെ ഉത്തരവാദിത്തമല്ല എന്നാണ് പറഞ്ഞത്. എന്ത് ചെയ്യണം? ഉറപ്പാക്കിയതിന് ശേഷമേ എന്ത് ചെയ്യാവൂ? അവരോട് യുദ്ധം ചെയ്യാവൂ. അവരൊന്ന് സലാം പറഞ്ഞു. അപ്പോ അവർ യഥാർത്ഥത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയാണോ സലാം പറഞ്ഞത്? അതല്ല,
അത് യഥാർത്ഥത്തിൽ തന്നെ നിങ്ങളെ കക്ഷിയായിരുന്നോ എന്ന് ഉറപ്പായതിനു ശേഷം മാത്രമേ നിലപാടെടുക്കാവൂ. പെട്ടെന്ന് ചാടി കയറി അങ്ങൊരു നിലപാടെടുത്ത് വയ്ക്കുക. സലാം നിങ്ങൾക്ക് അൽഖാ ഇലൈക്കുമുസ്സലാം നിങ്ങളോട് സലാം പറഞ്ഞവരെ സലാം ചൊല്ലിയെന്ന് തന്നെയാണ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളോട് സലാം അൽഖാ എന്ന് പറഞ്ഞാൽ ഇട്ട് എന്നൊന്നാണ്. അൽഖാ ഇട്ടു, ഇലൈക്കുമുസ്സലാം നിങ്ങളോട് സലാം ഇട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സലാം പറഞ്ഞു. അവരോട് ലാ തഖൂലു നിങ്ങൾ പറയരുത് ലസ്ത മുഅ്മിനൻ നീ വിശ്വാസിയൊന്നും അല്ലടോ എന്ന് പറഞ്ഞു കളയരുത്. ലസ്ത മുഅ്മിനൻ നീ വിശ്വാസിയല്ല. അപ്പൊ മുഅ്മിനൻ എങ്ങനെയാണ് നസ്ബ് കിട്ടിയത്? ഹാലല്ലേ? എന്താണ്? ഹാല് നീ വിശ്വാസിയായ നിലയ്ക്കല്ല എന്ന് പറഞ്ഞെന്നോ? ലൈസന്റെ ഖബർ. ആ ലൈസന്റെ ഖബറാണ്. ലൈസന്റെ ഇസ്മ എവിടെയുണ്ട്? ആ ലസ്തയിലുള്ള അന്തയാണ് ലൈസയുടെ ഖബർ. നീ അല്ല, നീ എന്തല്ല? വിശ്വാസിയല്ല. വിശ്വാസിയല്ല എന്ന് പറഞ്ഞു കളയരുത്. തബ്തഗൂന അർദൽ ഹയാത്തി ദുനിയ. തബ്തഗൂന എന്ന അതാണ് ഇത് ഹാലായ ജുംല. ഹാലായിട്ടുള്ള ജുംലയാണത് കേട്ടോ. ജുംല എന്താണ്? തബ്തഗൂന അർദൽ ഹയാത്തി ദുനിയ എന്ന് പറയുന്ന ജുംലയാണ് ഹാൽ. ഈ വിശ്വാസി അല്ല എന്ന് പറയരുത്. എന്തവസ്ഥയിൽ നീ പറയരുതെന്നാ പറഞ്ഞത്? തബ്തഗൂന ഇബ്തഗ യബ്തഗി എന്താ അർത്ഥം? കാംക്ഷിച്ചു, ആഗ്രഹിച്ചു. ആ അപ്പൊ തബ്തഗൂന നിങ്ങൾ ആഗ്രഹിക്കുന്നവരായ നിലയിൽ കേട്ടോ, ഹാലാണെന്ന് പറഞ്ഞു. തബ്തഗൂന. അപ്പൊ തബ്തഗൂനയ്ക്ക് ഹാലിന്റെ അടയാളം ഒന്നും കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ? തബ്തഗൂന എന്ന് പറഞ്ഞത് ഫിഅ്ൽ മുളാരിയാണ്. അപ്പൊ അതിനെന്ത് ചെയ്യാൻ പറ്റില്ല? ഹാലായിക്കൊണ്ട് വേറെ ഒന്നും നസ്ബ് ചെയ്യാനൊന്നും പറ്റില്ല. അതുകൊണ്ട് തബ്തഗൂന അർദൽ ഹയാത്ത്, തബ്തഗൂന ഫിഅ്ൽ മുളാരി വരുമ്പോൾ പിന്നെ എന്ത് ചെയ്യണം? അതിന് മഫ്ഊൽ ബിഹി വേണം. ആ മഫ്ഊൽ ബിഹിയാണ് അറദ്, വിഭവം കേട്ടോ. തബ്തഗൂന അർദൽ ഹയാത്തി ദുനിയ. മത്താ എന്ന അർത്ഥത്തിലാണ് ഇവിടെ അറദ് പറഞ്ഞിരിക്കുന്നത്. അർദൽ ഹയാത്തി ദുനിയ, ദുനിയാവിലെ വിഭവങ്ങൾ കാംക്ഷിച്ചുകൊണ്ട് നിങ്ങൾ, കാംക്ഷിച്ചുകൊണ്ട് എന്നെങ്ങനെ കിട്ടി? ഹാലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ, കാരണം എന്താ? ആ ഒരു വിഭാഗത്തെ നിങ്ങൾക്ക് തട്ടിക്കളഞ്ഞാൽ അവരുടെ കയ്യിലുള്ള അവരുടെ ഉടമസ്ഥതയിലുള്ള വസ്തുവകകളൊക്കെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഗനീമത്തായി, യുദ്ധമുതലുകളായി കിട്ടും. അങ്ങനെ അത് മോഹിച്ചുകൊണ്ട് നിങ്ങളൊന്നും വിശ്വാസികളൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് അവരുമായി യുദ്ധം ചെയ്ത് കളയരുത് എന്നാണ്. ഇന്ദല്ലാഹി മഗാനിമു കസീറ. നിങ്ങൾ അവരെ വിശ്വസിച്ച് അവരെ എന്ത് ചെയ്യുന്നു? അവരെ വഴിക്ക് വിട്ടേക്കുക. നിങ്ങൾ അവരെ കൂടെ കൂട്ടാനും പോകണ്ട. നിങ്ങൾ അവരെ ശത്രുക്കളായി നിലപാട് എടുക്കുകയും വേണ്ട. ഏതുവരെ? തബയ്യുനാകുന്നത് വരെ. തബയ്യനയുടെ മസ്ദർ എന്താ? ക്രിയാധാതു. ക്രിയാധാതു. ഗോൾഡൻ ഒന്നുകൂടെ എഴുതിപ്പിക്കും. ക്രിയാധാതു. തദക്കറയുടെ ക്രിയാധാതു എന്താ?
തദ്കിറത്തുൻ. തദക്കിറത്തൊന്നും അല്ല, അതൊക്കെ വേറെ. തദ്കീർ പറഞ്ഞത് എന്താണ്? ദക്കറയുടെ ക്രിയാതാവാണ് തദ്കീർ. ദക്കറ യുദക്കിറു, സബ്ബഹ യുസബ്ബിഹു തസ്ബീഹ്, തസ്ബീഹ്. തദക്കറ യതദക്കറുവിന്റെ ക്രിയാതാതു തദക്കുർ. എല്ലാം ഒരുപോലെ തന്നെ കേട്ടോ, അക്ഷരങ്ങളിലൊന്നും വ്യത്യാസമില്ല. തദക്കറ യതദക്കറു തദക്കുർ. തദക്കുർ കൽപ്പന വന്നപ്പോ തദക്കർ, ക്രിയാതാതു തദക്കുർ. അപ്പോ തബയ്യുൻ, തബയ്യുൻ ആകുന്നത് വരെ എന്ത് ചെയ്യരുത്? അവരെ നിങ്ങളെ കൂടെ കൂട്ടാനും പോകണ്ട, അവരോട് ശത്രുതാ നിലപാട് സ്വീകരിക്കുകയും വേണ്ട. അവരോട് സലാം പറഞ്ഞു, ഓക്കെ, വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു, പിരിഞ്ഞു. അവരെ കയ്യിലുള്ള വസ്തുവകകളും ആയുധങ്ങളും സൗകര്യങ്ങളൊക്കെ പിടിച്ചെടുക്കാൻ വേണ്ടി അത് ചെയ്യേണ്ട കാര്യമില്ല. മറിച്ച് എന്താണ്? അവരോട് നല്ല നിലപാട് സ്വീകരിച്ചാൽ ഇൻദല്ലാഹി മഗാനിമു കസീറത്ത്, അള്ളാഹുവിന്റെ അടുക്കൽ ധാരാളം യുദ്ധമുതലുകളുണ്ട്. യുദ്ധമുതലുകൾ കേട്ടോ. മഗാനിമു അതാരും ചോദിച്ചില്ലെന്ന് തോന്നുന്നില്ല. എന്താ ചോദിക്കഴിഞ്ഞത്? ഗനീമത്തല്ലേ? അതെ, മഗാനിമുവിന്റെ ഏകവചനം മഗ്നമുൻ എന്നാണ്. മഗ്നമുൻ ഗനീമത്താണ്, പക്ഷെ മഗാനിമു എന്ന് പറഞ്ഞ വാക്കിന്റെ ഏകവചനം മഗ്നമുൻ. മഗാനിമു എന്നത് മസാജിദ് വസനായതുകൊണ്ട് എന്താണ്? ഖൈറു മുൻസരിഫാണ്. ഇൻദല്ലാഹി മഗാനിമു കസീറത്ത്. അതുകൊണ്ടാണ് മഗാനിമു എന്ന് ഒരു ലം ഉപയോഗിച്ചത്. കസീറത്തിന് മഗാനിമിന്റെ ബഹുവചനമാണ്, മഗാനിമിന്റെ വിശേഷണമാണ് കസീറത്ത്. ബഹുവചനമായതുകൊണ്ട് സ്ത്രീലിംഗം ഉപയോഗിച്ചു. അവിടെ തൻവീൻ വന്നിട്ടുണ്ട്. കാരണം മഗാനിമിന് യഥാർത്ഥത്തിൽ തൻവീനുള്ളതാണ്, പക്ഷേ അത് ഗൈർ മുൻസരിഫായതുകൊണ്ട് തൻവീനില്ല, തൻവീൻ സ്വീകരിക്കില്ല. കസീറത്തിന് അതിന്റെ ശേഷം ധാരാളം യുദ്ധമുതലുകൾ അള്ളാഹിന്റെ അടുക്കലുണ്ട് എന്ന് പറഞ്ഞാൽ. ഗനീമത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അൻഫാൽ എന്നാണ് അതിന്റെ മറ്റൊരു വാക്ക് വെച്ച്. നിങ്ങൾക്ക് ഈ നിങ്ങൾക്ക് അള്ളാഹിന്റെ മാർഗത്തിൽ ലഭിക്കുന്ന, അള്ളാഹിന്റെ മാർഗത്തിൽ പണിയെടുത്താൽ ലഭിക്കുന്ന പ്രതിഫലത്തിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് കിട്ടുന്ന ബോണസ് ആണ് മഗ്നമുൻ എന്നൊക്കെ പറയുന്നത്, മഗാനിമു. അപ്പൊ എന്താണ്? അത് ബോണസാണ്. അപ്പൊ അള്ളാഹ്ക്ക് നിങ്ങൾക്ക് ഒരുപാട് സ്വത്തുക്കൾ, ഒരുപാട് ഈ ലോകത്താണ് അത് കിട്ടുന്നത്. പരലോകത്ത് അള്ളാഹിന്റെ മാർഗത്തിൽ പണിയെടുത്തതിന്റെ പ്രതിഫലം പരലോകത്ത് കിട്ടും. ഐഹിക വിഭവങ്ങൾ ഒരുപാട് തരാൻ അള്ളാഹ്ക്ക് കഴിയും. ഇൻദല്ലാഹി മഗാനിമു കസീറത്തുൻ കദാലിക കുൻതും മിൻ ഖബൽ. നിങ്ങൾ പണ്ട് അങ്ങനെയായിരുന്നു. എപ്പോഴും നിങ്ങൾക്ക് പണ്ട് എന്താണ്? വല്ല ആദിയായത്ത് ദബഹൻ ഫൽ മൂരിയായത്ത് ഖദഹൻ ഫൽ മുഗീറാത്ത് സുബ്ഹൻ എന്നൊക്കെ പറഞ്ഞില്ലേ? എന്ന് പറഞ്ഞു. ഇത് നിങ്ങളുടെ സ്വഭാവമായിരുന്നു. യുദ്ധം നടത്തുക, പണം തട്ടിയെടുക്കുക, പണം അപഹരിക്കുക, ഇതൊക്കെ എന്തായിരുന്നു? കൊള്ള നടത്തുക, കൊല നടത്തുക, അങ്ങനെ പണം ശേഖരിക്കൽ എന്തായിരുന്നു? പണം പിടിച്ചു പറിക്കലും ഒക്കെ നിങ്ങളുടെ സ്വഭാവമായിരുന്നു. കൊലയും പണം പിടിക്കലും പണം അപഹരിക്കലും നിങ്ങളുടെ സ്വഭാവമായിരുന്നു. കദാലിക കുൻതും മിൻ ഖബ്ലു. മിൻ ഖബ്ലു എന്തുകൊണ്ട് ലമ്മ ചെയ്തു? എന്തുകൊണ്ട് മിൻ കാരണമായി ജർ ചെയ്തില്ല? ഖബ്ലു കഴിഞ്ഞിട്ട് പിന്നെ പ്രത്യേക കാരണങ്ങളൊന്നും ഇല്ല. ഖബ്ലു കഴിഞ്ഞിട്ട് പ്രത്യേക കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞത് ജൂനിയർ ക്ലാസ്സിലാണ്. ഇപ്പൊ നിങ്ങൾ പറയേണ്ടത് അതിനെ വേറെ ഒന്നിലേക്ക് ഇളാഫത്ത് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട്. നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ ജൂനിയർ ക്ലാസ്സിൽ അത് പറയരുത്. ജൂനിയർ ക്ലാസ്സിൽ പറയേണ്ടത് അതിന് ശേഷം ഒന്നുമില്ല. എന്തിന്റെ ശേഷം, അല്ലെങ്കിൽ എന്തിന്റെ മുമ്പ് എന്നില്ലെങ്കിൽ ഖബലിനും ബഅദിനും ലമ്മായിരിക്കും. എന്തിന്റെ ശേഷം എന്തിന്റെ മുമ്പ് എന്ന് പറയുന്നത് എന്താണ്? ഖബലിനെയും ബഅദിനെയും വേറൊന്നിലേക്ക് ഇളാഫത്ത് ചെയ്യലാണ്. അപ്പൊ ഖബലിനെയും ബഅദിനെയും വേറൊന്നിലേക്ക് ഇളാഫത്ത് ചെയ്താൽ മാത്രമേ മിന്നിന്റെ
അടയാളം സ്വീകരിക്കുള്ളൂ, മിൻ കാരണമായി ജർ ചെയ്യപ്പെടുള്ളൂ. ഇല്ലെങ്കിൽ അതിനെന്ത് ചെയ്യും? ഖബലു ബഅദു എന്ന് ലമ്മിൽ നിർത്തുള്ളൂ. കദാലിക കുന്തും മിൻ ഖബ്ൽ, പണ്ട് നിങ്ങൾ അങ്ങനെയായിരുന്നു, മുമ്പ് നിങ്ങൾ അങ്ങനെയായിരുന്നു. ഫമന്നല്ലാഹു അലൈക്കും. അപ്പൊ ഇതെല്ലാം എന്താണ്? ഒരുപാട് വിശദീകരണങ്ങളുള്ള, ബാക്കിയെല്ലാം അണ്ടർസ്റ്റുഡ് ആണ്. കദാലിക കുന്തും മിൻ ഖബ്ൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പണ്ട് അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാം അണ്ടർസ്റ്റുഡ് ആണ്. നിങ്ങൾ പണ്ട് എങ്ങനെയായിരുന്നു? പണം നേടുന്നതിന് വേണ്ടി എന്തും ചെയ്യുമായിരുന്നു. ഫമന്നല്ലാഹു അലൈക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മന്ന, അനുഗ്രഹം ചെയ്തു. മന്ന എന്തായാലും ചോദിക്കായിരുന്നു, നേരത്തെ വന്നിട്ടുണ്ടോ? മന്ന മുന്നു ഔദാര്യം ചെയ്തു. അത് തമന്നയ്ക്ക് വേറൊരു ഹദായുടെ ഒരു യായും കൂടെ ഉണ്ട്. ഹദായുടെ പോലുള്ള തമന്ന യതമന്ന തമന്നൗ. ഇപ്പോ തമന്ന യതമന്ന ഏത് ഗ്രൂപ്പിൽ പെട്ടു? തദക്കറ ഗ്രൂപ്പിലാണ്. കൽപ്പന വരുമ്പോ തമന്ന, ദുർബലാക്ഷം പോയിട്ട് കൽപ്പന വരും, തമന്ന. പക്ഷെ ബഹുവചനം വരുമ്പോൾ തമന്നൗ, തമന്നൗൽ മൗത, അതാദ്യപ്പെട്ടാണ്. ഇവിടെ അത് മന്നയാണ്. യമുന്നൂന അലൈക അൻ അസ്ലമു, അത് വേറെ, അത് ചെയ്ത ഉപകാരം എടുത്തു പറയുക. ഇവിടെ എന്താണ്? മന്നല്ലാഹു എന്ന് പറഞ്ഞാൽ ഔദാര്യം ചെയ്തു. മന്നല്ലാഹു അലൈക്കും, നിങ്ങൾക്ക് അള്ളാഹ് അനുദാര്യം ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങളെ അള്ളാഹ് ഹിദായത്തിലാക്കി. നിങ്ങളിപ്പോൾ എന്താണ്? സത്യവും നീതിയും നോക്കിയാണ് പണിയെടുക്കുന്നത്. സത്യവും നീതിയും ന്യായവും നോക്കിയാണ് പണിയെടുക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അവരെ ഉറപ്പാക്കുന്നത് വരെ അവരോട് നിലപാട് സ്വീകരിക്കരുത്. ഇതെന്താണ്? ഭരണഘടനയിലെ നിയമങ്ങളാണ്. ചലിക്കലൊന്നും ചെയ്യരുത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഒന്നുകൂടെ പറഞ്ഞു, ഫതബയ്യനു, അതിനാൽ നിങ്ങൾ ഉറപ്പാക്കൂ. ഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറ, അല്ലാഹു നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ച് വ്യക്തമായി അറിയുന്നവരാണ്. ഫതബയ്യനു എന്ന് വേറൊരു സൂക്തം ഇതേപോലെ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ജാഅക്കും ഫാസിഖും ബിനബഇൻ ഫതബയ്യൻ. ഒരു ഇൻഫർമേഷൻ കിട്ടിയാലും എന്ത് പറഞ്ഞു? തബയ്യനു, നിങ്ങൾ ഉറപ്പാക്കുക. ഇത് 1000 പേർക്ക് ഫോർവേഡ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഉടനെ തന്നെ ഫോർവേഡ് ചെയ്താൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടും. ഈ കമ്പനി നിങ്ങൾക്ക് പ്രത്യേകം ഓഫർ തന്നിരിക്കുന്നു. നിങ്ങൾക്ക് 100 പേർക്ക് കൊടുത്താൽ നിങ്ങളെ മൊബൈലിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ചാർജ് വരും, ഫണ്ട് കയറും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതിലൊന്നും വീണു പോകരുത്. തബയ്യനു, നിങ്ങൾ ഉറപ്പാക്കാൻ വേണ്ടി വിധിക്കപ്പെട്ട വിഭാഗമാണ്. അത് ഉറപ്പാക്കിയതിന് ശേഷമേ ചെയ്യാവൂ. ഒരുപാട് ഓഫറുകൾ ഉണ്ടാവും. അതേപോലെ ഒരുപാട് റൂമറുകൾ ഉണ്ടാവും. സത്യമായാൽ പോലും അതെല്ലാം വിളിച്ചു പറയണമെന്ന് പറഞ്ഞിട്ടില്ല. പറയുന്നത് സത്യമാകണം എന്നേ ഉള്ളൂ. നമ്മൾ വിചാരിക്കുക സത്യമല്ലേ പറഞ്ഞേക്കാം. അത് മുഖേന ഒരു വിഭാഗത്തിന് എന്തെങ്കിലും ദോഷം വരുന്നുണ്ടെങ്കിൽ നിങ്ങളത് പറയരുത്. സത്യമാണെങ്കിലും പറയും. അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ തുസീബു ഖൗമൻ ബിജഹാലത്തിൻ എന്ന് പറയും. നിങ്ങളുടെ അറിവില്ലായ്മ എന്നല്ല പറഞ്ഞത്. ജഹാലത്ത് എന്ന് പറയുമ്പോൾ അറിവില്ലായ്മയ്ക്ക് അപ്പുറം നിങ്ങളുടെ അവിവേകം എന്നുകൂടിയുണ്ട്. നിങ്ങൾ വിവേകപൂർവ്വം ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ അവിവേകം കാരണമായി ഒരു സമൂഹത്തിന് ദോഷമുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തണം. എന്തുറപ്പുവരുത്തണം? അതിന്റെ കോൺസിക്വൻസ് ഉറപ്പുവരുത്തണം എന്നാണ് പറഞ്ഞത്. ഇവിടേക്കാണ് നമ്മുടെ ഹിക്മത്തും ഇതൊക്കെ വർക്ക് ചെയ്യേണ്ടത്. ഏതായാലും തബയ്യന് വന്നപ്പോഴത്തേക്ക് അതും കൂടെ പറഞ്ഞതേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ക്ലിയർ ആകാനുണ്ടോ കാര്യങ്ങൾ? എനിക്ക് ബൈൻകാനയും കൗമയും ബൈനക്കും ബൈനവും മീസാക്കൻ
അയാൾ നിങ്ങളുമായി ഉടമ്പടിയിൽ ഇരിക്കുന്ന ജനങ്ങളിൽപ്പെട്ട ആളുകളാണെങ്കിൽ എന്ന് പറഞ്ഞില്ലേ, അതൊന്ന് ക്ലിയർ ചെയ്യോ? ഉടമ്പടി എന്ന് പറഞ്ഞാല് ഉടമ്പടി എന്ന് പറഞ്ഞാൽ കരാർ, ട്രീറ്റി, അല്ല, അതെന്താണ്? ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. സന്ധി, എന്റെ ഫോൺ ആ ടൈമില് ഫോണ് സഖ്യകക്ഷി, സഖ്യകക്ഷി, ഓ. സഖ്യകക്ഷി, അങ്ങനെ ഏതെങ്കിലും ഇൻകാനമിൻ കൗമിൻ, ഇൻകാന അവനായിരുന്നുവെങ്കിൽ, അപ്പൊ ഈ അവൻ എന്ന് പറഞ്ഞ കാനയിലുള്ള ഹുവ പോകാനുള്ള വഴി എന്താണ്? നേരത്തെ പറഞ്ഞ കൊല്ലപ്പെട്ട വ്യക്തി എന്നാണ്. മാക്കാനിൽ മുഅ്മിനൻ യഖ്തുല മുഅ്മിനൻ, ആ വിശ്വാസി, യഖ്തുല മുഅ്മിനൻ ഇല്ലാ ഖത. അപ്പൊ ആ വിശ്വാസി ഇൻകാനമിൻ ഖൗമിൻ, ഒരു സമൂഹത്തിൽപ്പെട്ടവനാണ്. ബൈനക്കും ബൈനഹുമാണ് അല്ലേ? വൈൻകാന ആണെങ്കിൽ, ആദ്യം പറഞ്ഞത് ശത്രുവിന്റെ കാര്യമാണ്. രണ്ടാമത് പറഞ്ഞത് ഇൻകാനമിൻ ഖൗമിൻ ബൈനക്കും വബൈനഹും. അപ്പൊ ഈ കൗമിനെ കുറിച്ചാണ് രണ്ടാമത് ബൈനഹും എന്ന് പറയുന്നത്. കാന എന്ന് പറഞ്ഞ നേരത്തെ മഖ്തൂലായ മനുഷ്യൻ. യഖ്തൂല മുഅ്മിനൻ എന്ന് പറഞ്ഞ മുഅ്മിനിലേക്കാണ് കാനയുടെ സർവനാമം മടങ്ങുന്നത്. അത് എന്ത് ചെയ്യണം? കാന എന്ന് പറഞ്ഞ ക്രിയയിൽ ഒരു സർവനാമം ഉണ്ടെങ്കിൽ ആ സർവനാമം മുമ്പ് പറഞ്ഞ ഒരു നാമവുമായിട്ട് മാച്ച് ചെയ്യുമെന്ന് നോക്കണം. ആ മാച്ച് ചെയ്യുന്ന നാമമായിരിക്കും അതിന്റെ കർത്താവ്. അതിലേക്കാണ് അതിന്റെ സർവനാമത്തിന്റെ മടക്കം. മീൻകാന അവൻ ആയിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ആ വധിക്കപ്പെട്ട വ്യക്തിയായിരുന്നു. മീൻ കൗമിൻ, ഒരു സമൂഹത്തിൽപ്പെട്ടവൻ. ബൈനക്കും ബൈനഹും മീസാഖുൻ, ആ കൗമിനും ബൈനക്കും നിങ്ങൾക്കും ആ കൗമിനും, ബൈനഹും ആ കൗമിനും ഇടയിൽ എന്തുണ്ട്? ഒരു കരാറുണ്ട്, ഒരു സന്ധി ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ കൗമുമായി. അയൽ ദേശമാകാം, അല്ലെങ്കിൽ തൊട്ടടുത്ത മറ്റൊരു സംഘമാകാം, അതേപോലെ മറ്റെന്തെങ്കിലും പ്രദേശമാകാം. ആ വ്യക്തികളുമായി, ആ വിഭാഗവുമായി നിങ്ങൾ ഒരു ധാരണയിലെത്തിയിട്ടുണ്ട്, പരസ്പര ധാരണയിലെത്തിയിട്ടുണ്ട്. നിങ്ങളുടെ സഖ്യകക്ഷിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ അവരുമായി ഒരു കരാർ ചെയ്തിട്ടുണ്ട്, സമാധാന കരാർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫദിയത്തുൻ മുസല്ലമത്തുൻ. അങ്ങനെയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ അവരോട് ഉള്ള നിലപാട് ഇസ്ലാമിക സമൂഹത്തോടുള്ള നിലപാട് പോലെ തന്നെയാണ്. അപ്പോൾ ഫദിയത്തുൻ മുസല്ലമത്തുൻ ഇലാ അഹ്ലിഹി വ തഹ്രീറു റഖബത്തിൻ. അപ്പൊ ഇവിടെ ദിയത്തുൻ മുസല്ലമത്തിന് ആദ്യം പറയാൻ കാര്യം എന്താ? ആദ്യം പറഞ്ഞെടുത്ത് മൻ ഖത്തല മുഅ്മിനൻ ഖതഅൻ ഫതഹ്രീറു റഖബത്തിൻ മുഅ്മിനത്തിൻ എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ കാരണം അയാൾ സ്വയം പശ്ചാത്തപിക്കണം. അതുകൊണ്ട് ആദ്യം അത് പറഞ്ഞു, തഹ്രീറു റഖബത്തിൻ മുഅ്മിനത്തിൻ. അയാൾ എന്ത് ചെയ്യണം? അയാളുടെ ഭാഗത്തു നിന്നുള്ള തെറ്റ് ആദ്യം ഒഴിവാക്കണം. അതുകൊണ്ടാണ് അതിന് ആദ്യം മുൻഗണന കൊടുത്തത്. തഹ്രീറു റഖബത്തിൻ. വദിയത്തുൻ തീർന്നില്ല, അതിന്റെ അവകാശിക്ക് ദിയ കൊടുക്കണം, ബ്ലഡ് മണി കൊടുക്കണം. രണ്ടാമത് പറഞ്ഞെടുത്ത് പിന്നെ ഇതിനിടയിൽ ഒരു കാര്യം പറഞ്ഞു, ബൈൻകാനമിൻ ഖൗമിൻ അദുവ്വില്ലക്കും, നിങ്ങളെ ശത്രു സമൂഹത്തിൽപ്പെട്ടയാളാണ് വധിക്കപ്പെട്ട വിശ്വാസി എങ്കിൽ, ആ കൂട്ടത്തിൽപ്പെട്ടയാളാണ്, ആ പ്രദേശത്തുള്ളയാളാണ്, അല്ലെങ്കിൽ ആ വിഭാഗത്തിലാണ് അയാൾ കഴിഞ്ഞുകൂടുന്നതെങ്കിൽ വഹുവ മുഅ്മിനുൻ ഫതഹ്രീറു റഖബത്തിൻ മുഅ്മിനത്തിൻ. അങ്ങനെയാണെങ്കിൽ ഒരു വിശ്വാസിയായ അടിമയെ മോചിപ്പിച്ചാൽ മാത്രം മതി, ബ്ലഡ് മണി ഇല്ല. ഇനി അത് സഖ്യകക്ഷിയിൽപ്പെട്ട ഒരാളാണ് വധിക്കപ്പെട്ട മുസ്ലിം എങ്കിൽ ഫദിയത്തും മുസല്ലമത്തിന്, അപ്പോൾ ബ്ലഡ് മണി ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ബ്ലഡ് മണി ആദ്യം പറഞ്ഞത്. ഫദിയത്തുൻ മുസല്ലമത്തിന് ഇലാഹി. പിന്നീട് മുഅ്മിനത്തിന് സ്വാഭാവികമായും ഈ സ്വയം പശ്ചാത്തപിക്കുന്നതിന്റെ ഭാഗമായി തഹ്രീർ റഖബത്ത് അവിടെ ഉണ്ട്. അതെങ്ങനെയായാലും ഉണ്ട്. ഓക്കെ. അപ്പൊ ഇതിനിടയ്ക്ക് നമ്മൾ ഗ്രാമറും ഒക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. വേറെ കോംപ്ലിക്കേഷനുള്ള വാക്യഘടനയൊന്നും ഇതിലില്ല. അർത്ഥത്തിന്റെ വിശദീകരണം ഉദ്ദേശിച്ചത് ക്ലിയറായി. ക്ലിയറായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതേപോലെ ഖുർആൻ ആദ്യന്തം നമ്മൾ വായിച്ചാൽ കിട്ടും. എങ്ങനെയുള്ള
മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമല്ലാത്ത ഭരണഘടനയുടെ സുവ്യക്തമായ സൂക്തങ്ങൾ അല്ലെങ്കിൽ പ്രമാണങ്ങൾ, ഇതൊക്കെ എന്താണ്? പ്രമാണങ്ങളാണ്. എല്ലാത്തിൻ്റെ അവസാനം കാനല്ലാഹു അലീമൻ ഹക്കീമൻ ഉണ്ടാവും. ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നത് അനന്തരാവകാശം പറഞ്ഞപ്പോൾ നമ്മൾ കണ്ടായിരുന്നത്. അതേപോലെ കല്യാണം കഴിക്കൽ വിലക്കപ്പെട്ടവരെ ഉള്ള കാര്യം ലിസ്റ്റ് പറഞ്ഞപ്പോൾ അതിൻ്റെ അവസാനമുണ്ട്. നമുക്ക് സംശയം തോന്നുന്നിടത്തൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ എന്തെങ്കിലും നിയമത്തിൽ മാറ്റത്തിരുത്തൽ വരുത്താമോ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണോ എന്നൊക്കെ സംശയം ഉണ്ടെങ്കിൽ അതെല്ലാം അവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്? തീർത്തും നിരാകരിച്ചിരിക്കുകയാണ്. അവിടെ കാനല്ലാഹു അലീമൻ ഹക്കീമൻ, നിങ്ങൾ സുഭദ്രമായ യുക്തിഭദ്രമായ നിയമദാതാവാണ് ഇത് തന്നിരിക്കുന്നത്. അതേപോലെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നാമ്പുറങ്ങൾ അറിയുന്നവനുമാണ്. അഭിജ്ഞനുമാണ്, അഭിജ്ഞനും യുക്തിഭദ്രമായവനുമാണ്, യുക്തിമാനുമായവനാണ് തന്നിരിക്കുന്നത്. അപ്പം നിയമങ്ങൾ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതേപോലെ ഹിക്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, യുക്തിയുടെ അടിസ്ഥാനത്തിലാണ്. അത്തരം നിയമങ്ങൾ ശരിയായി ശ്രദ്ധിച്ച് വായിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതിലൂടെയുള്ള നമ്മുടെ പഠനത്തിലൂടെ, നമ്മുടെ അധിക പഠനത്തിലൂടെ കിട്ടേണ്ട സംഗതി അതാണ്. ഇതിൻ്റെ ആഴത്തിലുള്ള അറിവിലേക്കാണ് നമ്മൾ ഇനി പോകേണ്ടത്. ആദ്യമൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഉപരിപ്ലവമായ അർത്ഥത്തിലാണ് ഉണ്ടാവുക. പിന്നീട് അതിനെ ഓരോ ഘട്ടം ഘട്ടമായി അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ഇറങ്ങിച്ചെന്ന് അതിലുള്ള മൊത്തം വൈഡൂര്യവും രത്നങ്ങളുമൊക്കെയാണ് കളക്ട് ചെയ്യേണ്ടത്. അല്ലാതെ കരയിൽ നിന്ന് ചെറിയ ബലാൽ മീനുകളല്ല പിടിക്കേണ്ടത്. ഞാൻ പറഞ്ഞ ഓരോ വാക്ക് കേൾക്കുമ്പോൾ ആശ്ചര്യമാണ് വരുന്നത്. അതെ, അള്ളാഹ് നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. നമ്മൾ ചെയ്യേണ്ടത് ഈ സന്ദേശം, അഥവാ ഇത് ഇങ്ങനെ എളുപ്പമാണ് ഖുർആൻ പഠിക്കൽ, അതേപോലെ ഖുർആൻ അറബി ഭാഷയിലൂടെ പഠിക്കണം, അറബി ഭാഷ പഠിക്കണം എന്ന സന്ദേശം നമ്മളും നമ്മുടെ അടുത്ത തലമുറയിലും പകർന്നു കൊടുക്കണം. അടുത്ത തലമുറ എന്തായാലും അറബി പഠിക്കുന്ന ഒരു സമൂഹമാകണം. ഞാൻ കുറെ വടക്കൻ മേഖലയിലേക്ക് സന്ദർശിക്കാനൊക്കെ വന്നപ്പോഴത്തേക്ക് നമുക്ക് ഉണ്ടായിരുന്ന പല ധാരണകളും മാറി. ഞാൻ വിചാരിച്ചിരുന്ന അവിടെയൊക്കെ ഉള്ള ആൾക്കാർ അറിവ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മറിച്ച് പഠിക്കുന്ന ഒരു വിഭാഗമുണ്ട്, പഠിക്കാത്ത കുറേ വിഭാഗമുണ്ട്. ആ ഒരു അഭിനിവേശം, അറബി ഭാഷയോടുള്ള അഭിനിവേശം നമ്മൾ പകർന്നു കൊടുക്കണം. അടുത്ത തലമുറയിലേക്ക്, നമ്മളെ ബന്ധപ്പെട്ടവരിലേക്ക് പകർന്നു കൊടുക്കണം. അതിലൂടെയാണ് ഖുർആന്റെയും അതേപോലെ ഇസ്ലാമിൻ്റെ വിജ്ഞാനീയങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റുക, ഖുർആന്റെ ആഴത്തിലുള്ള അറിവിലേക്ക് പോകാൻ പറ്റുക. അപ്പോൾ നമുക്ക് തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. ഇലൽ ലിഖാ ബിഇദ്നില്ലാഹ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.